ജമ്മു കാശ്മീരിനെ തെറ്റായി ചിത്രീകരിച്ച് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ ഭൂപടം ഇസ്രായേൽ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു. ഇന്ത്യയിൽ നിന്നുള്ള കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ഇസ്രായേൽ സർക്കാർ തങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഭൂപടം നീക്കിയത്. ഭൂപടം നീക്കിയെന്നും എഡിറ്റർ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണെന്നും ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂബൻ അസർ വിശദീകരിച്ചു. ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭൂപ്രദേശമായി കാണിക്കുന്ന രീതിയിലുള്ള ഭൂപടമാണ് വെബ്സൈറ്റിൽ ചേർത്തിരുന്നത്. സമൂഹ മാധ്യമമായ എക്സിലാണ് ഇത് സംബന്ധിച്ച ആദ്യ പ്രതികരണം ഉണ്ടായത്. ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു, പക്ഷേ ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നുണ്ടോ? ഇസ്രായേലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഇന്ത്യയുടെ ഭൂപടം നോക്കൂ, ജമ്മു കാശ്മീർ ഭാഗം ശ്രദ്ധിക്കുക. ഇങ്ങനെയായിരുന്നു എക്സിലെ കുറിപ്പ്. സംഭവം വിവാദമായതോടെ ട്വീറ്റിന് പ്രതികരണവുമായി അംബാസഡർ റൂബൻ അസർ എത്തി. വെബ്സൈറ്റ് എഡിറ്ററുടെ പിഴവാണ്, ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി എന്നായിരുന്നു റൂബന്റെ കമന്റ്. പശ്ചിമേഷ്യയിൽ യുദ്ധസാഹചര്യം നിലനിൽക്കെയാണ് ഇന്ത്യയുടെ ഭൂപടം സംബന്ധിച്ച വിവാദം. കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മേഖലയിൽ കനത്ത അശാന്തി തുടരുകയാണ്. ഗാസയിൽ മാസങ്ങളെ തുടർന്ന ആക്രമണത്തിന് പിന്നാലെ ലെബനനിലേക്കും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു. ലെബനനിൽ ഇതിനകം തന്നെ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേർ സിറിയയിലേക്ക് ഉൾപ്പെടെ പലായനം നടത്തുകയും ചെയ്തു. അതിനിടെ ഇസ്രായേലിനെതിരായി മിസൈൽ ആക്രമണം പൊതുസേവനമെന്ന് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ആയത്തുള്ള ഖമേനിയുടെ പ്രഭാഷണം. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ആയിരങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഖമേനി. 5 വർഷത്തിനിടെ ആദ്യമായാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. ഹമാസിനെയോ ഹിസ്ബുള്ളയോ ഒരു തരത്തിലും മറികടക്കാനോ ജയിക്കാനോ ഇസ്രായേലിന് കഴിയില്ല. സയ്യിദ് ഹസൻ നസ്രുള്ള നമുക്കൊപ്പം ഇപ്പോൾ ഇല്ല, എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവും അദ്ദേഹത്തിന്റെ പാതയും നമുക്ക് പ്രചോദനമായി എന്നും ഉണ്ടാകും. സയനിസ്റ്റ് ശത്രുവിനെതിരെ ഉയർന്നു നിന്ന പതാകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഈ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കും. നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിനൊപ്പം ശത്രുവിനെതിരെ ശക്തമായി നിലകൊള്ളുകയും വേണം. തടിച്ചുകൂടിയ ആയിരങ്ങൾ മുഴുക്കിയ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം എന്ന മുദ്രാവാക്യത്തിനിടെ ഖമേനി പറഞ്ഞു. അമേരിക്ക പേപ്പട്ടിയെന്നും ഇസ്രായേൽ രക്തരക്ഷസെന്നും ഖമേനി വിമർശിച്ചു. ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണം പരിമിതമാണ്. ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണം. മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. നമ്മുടെ ശത്രു സ്വീകരിച്ച നയങ്ങൾ ഭിന്നിപ്പിന്റെയും രാജ്യദ്രോഹത്തിന്റെയും വിത്തുപാക്കുക എന്നതാണ്. എല്ലാ മുസ്ലിങ്ങൾക്കിടയിലും വിള്ളൽ വീഴ്ത്തുകയാണ് അവരുടെ ലക്ഷ്യം. ആത്യന്തിക സ്വേച്ഛാധിപത്യത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ആത്യന്തിക അവകാശം ഓരോ രാജ്യത്തിനും ഓരോ ജനങ്ങൾക്കുമുണ്ടെന്നും ഖമേനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.